ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവും വിജയ് ശങ്കറും ചന്ദ്രയും എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ട്. രുക്കുവിനെ കാണുമ്പോൾ ആരോമലിന്റെ കൂട്ടുകാരും രുക്കുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ കൂട്ടുകാർ പറയുന്നുണ്ട്, ആന്റി, ആരോമൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരനുള്ള പണി ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ്. അതിനുശേഷം ആരോമലും കൂട്ടുകാരും ഒരു റൂമിലേക്ക് പോയി അവിടെ വരനെ സ്വീകരിക്കാനുള്ള പൂമാലയിലും എന്റെ കാല് കഴുകാനുള്ള വെള്ളത്തിൽ ശരീരമെല്ലാം ചൊറിയുന്ന ഒരു പൊടി കലക്കുകയാണ്. ഇതിനുശേഷം ആകെ ടെൻഷൻ അടിച്ച് രുക്കു അച്ചു എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചുറ്റും നോക്കുകയാണ്. എന്നാൽ ഇവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, ആരെയാണ് നീ നോക്കുന്നത്? എന്നെ നോക്കി കണ്ണു കഴിക്കണ്ട, നീ വിചാരിക്കുന്ന ആരും തന്നെ ഇവിടെ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രുക്കുവിനെയും വിളിച്ച് മേക്കപ്പ് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് ദിലീപിനെയും ദിലീപിന്റെ വീട്ടുകാരെയും സ്വീകരിക്കാനായി ശങ്കറും സത്യനും വല്യച്ഛനും സീതമ്മയും എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദിലീപും വീട്ടുകാരും എത്തുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കറും സത്യനും പോയി ദിലീപിന്റെ കാലെല്ലാം കഴുകി പൂമാലയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരവേൽക്കുകയാണ്. പൂമാലയിട്ട് കഴിഞ്ഞ് കാല് കഴുകിയതും ദിലീപിന്റെ ശരീരം മൊത്തം ചൊറിയാണ്. ദിലീപ് എന്നിട്ട് ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടാ, എന്റെ ശരീരം ഫുള്ളും ചൊറിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിയ ശേഷം ദിലീപ് ആ പൂമാലയെല്ലാം എടുത്ത് മാറ്റിയാണ്. അതിനുശേഷം വല്യച്ഛൻ സീതമ്മയോട് പറയുന്നുണ്ട്, എങ്ങാനും ഇവിടെ എത്തിയിട്ടുണ്ടോ? പാവം കുട്ടികൾ, നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നീട് ആരോമലിന്റെ കൂട്ടുകാരും ജ്യൂസിൽ ഒരു പൊടി കലക്കുന്നുണ്ട്. അത് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് കേടാവും. ആരോമലും കൂട്ടുകാരും കൂടി ചേർന്ന് ആ പൊടിയെടുത്ത് ജ്യൂസിൽ കലക്കി അത് ദിലീപിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. രുക്കുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിമല വരുന്നത്. രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്ക് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഒരു കരിക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന്. ഇത് കേട്ട് ചന്ദ്ര വന്ന് പറയുന്നുണ്ട്, നീ ക്ഷീണാവും രുക്കു, എന്തെങ്കിലും കഴിക്കുകയെന്ന് പറയുമ്പോൾ രുക്കു വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, കല്യാണം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദിലീപും ദിലീപിന്റെ ഏട്ടനും എല്ലാവരും വരുന്നുണ്ട്. പിന്നീട് ദിലീപും രുക്കുവും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരോമലും കൂട്ടുകാരും ആ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. അങ്കിളിന് ജ്യൂസ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. കുടിക്കുന്നതും ദിലീപിന്റെ വയറ് കേടാവുന്നുണ്ട്. ദിലീപ് എന്നിട്ട് ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടാ, എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ദിലീപിന്റെ ഏട്ടനെയും വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുകയാണ്. പിന്നീട് ആരോമലും കൂട്ടുകാരും രുക്കുവിനെ തനിച്ചു നിർത്തി പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ആ പോലീസുകാരൻ ഇനി ബാത്റൂമിലായിരിക്കും, വയറ് കേടാവാനുള്ള ഒരു മരുന്ന് ഞങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രുക്കുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കറും സത്യനും ദിലീപിന്റെ ഏട്ടനെല്ലാം ദിലീപിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദിലീപ് അപ്പ പറയുന്നുണ്ട്, ചു എന്തായാലും ഇങ്ങോട്ടൊന്നും കയറാൻ പോകുന്നില്ല, അതിന് ഞാനൊരു പോലീസുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും വീണ്ടും ദിലീപിന് വയറ് അസ്വസ്ഥതമാവുകയാണ്. വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. കണ്ട് സത്യനും വിജയ് ശങ്കറും എല്ലാം ദിലീപിന്റെ ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ദിലീപിന്, ടെൻഷനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അർച്ചന ഇന്ന് കോടതിയിലേക്ക് പോവാതെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ അച്ചുവിന്റെ കൂടെ ഇരിക്കുകയാണ്. പിന്നീട് അർച്ചന അസിസ്റ്റന്റ് വക്കീലായ സുരേഷിനെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പോയി ആ പ്രസാദിന്റെ ജാമ്യം എടുക്കണം, നിങ്ങൾ കോടതിയിലെത്തിയാൽ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ്. അർച്ചന അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് രുക്കു റൂമിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ വിമല ചേച്ചിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് വിമലയോട് രുക്കു പറയുന്നുണ്ട്, ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബോട്ടിലുള്ള വെള്ളം എടുത്ത് വിമലയ്ക്ക് രുക്കു കൊടുക്കുന്നുണ്ട്. അപ്പൊ വിമലയോ ഒഴിവാക്കാനായിട്ട്, എനിക്ക് ഈ വെള്ളമല്ല, ചൂടുവെള്ളമാണ് വേണ്ടതെന്ന് പറയാണ്. വിമല അപ്പോൾ ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. വിമലയ്ക്കാണെങ്കിൽ രുക്കുവിന് ഒട്ടും വിശ്വാസമില്ലാതെ പുറത്തു നിന്നും വാതില് പൂട്ടിയിട്ടാണ് പോകുന്നത്. പിന്നീട് രുക്കുവിന്റെ അടുത്ത് ആരുമില്ലെന്നും ആര്യ അവിടെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞ് വിമല ആര്യയെ രുക്കുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. രുക്കു റൂമിൽ അങ്ങനെ പരിങ്ങി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആര്യ വിരിയാണ്. ഈ കാണുന്നതും രുക്കുവിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് ദിലീപ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഗോകുലും കൂട്ടരും കൂടി ചേർന്ന് ആ ബാത്റൂമിന്റെ വാതിലടച്ച് താക്കോലിട്ട് ലോക്ക് ചെയ്യാണ്. പിന്നീട് വരനെ സ്വീകരിച്ച് എല്ലാവരും തന്നെ മണ്ഡപത്തിൽ കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. വരനെ കണ്ട് സീതമ്മയോട് വലിയച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് പയ്യനെ കണ്ട് ഒട്ടും തന്നെ അങ്ങോട്ട് ബോധിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം റൂമിൽ അച്ചു ആണെങ്കിൽ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രുക്കുവിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും അച്ചുവിന്റെ മനസ്സിൽ. രുക്കുവിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ചു. പിന്നീട് വേഗം തന്നെ ഫോൺ എടുത്ത് രുക്കുവിന്റെ ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴാണ് അച്ചുവിന് രുക്കു അയച്ച വോയിസ് മെസ്സേജ് ഓർമ്മ വരുന്നത്. അതെടുത്ത് അച്ചു കേൾക്കുകയാണ്. രുക്കു അതിൽ പറയുന്നുണ്ട്, 11:25 വരെ അച്ചു, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് നീ വന്നില്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കും, നീ വരുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് രുക്കു ആ വോയിസ് മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. ഇതെല്ലാം
കേട്ട് ഉള്ളതും അച്ചുവിനാകെ സങ്കടം വരികയാണ്. അതിനുശേഷം രുക്കുവിനെയും മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുഹൂർത്തമായതും ദിലീപ് താലിയെടുത്ത് രുക്കുവിന്റെ കഴുത്തിൽ ചാർത്താനായി പോകുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും രുക്കു ദേഷ്യം വന്നുകൊണ്ട് ദിലീപ് താലി ചാർത്താനായി പോകുമ്പോൾ ആ താലി തട്ടിത്തെറിപ്പിച്ച് തന്റെ കയ്യിലുള്ള ഒരു ടാബ്ലറ്റ് എടുത്ത് രുക്കു വായിലേക്ക് ഇടുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഒരുപോലെ തന്നെ ഷോക്കാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.